പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിൽ അടിയന്തരാവസ്ഥ. ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലുമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇമ്രാൻഖാൻ തടവിൽ കഴിയുന്ന ജയിലിന് മുന്നിൽ പ്രക്ഷോഭം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് നടപടി. പ്രൊവിൻഷ്യൽ അസംബ്ലി അംഗങ്ങളോട് ഇസ്ലാമാബാദിലെത്താൻ നിർദ്ദേശം. അതേസമയം ഇമ്രാൻഖാന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ആശങ്കകൾ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഏറെ കലുഷിതമായ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ, അല്ലേ? ഒരു കലുഷിതമായ ഒരു സാഹചര്യമാണ് പാകിസ്ഥാനിലുള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റാവൽപിണ്ടിയിലും ഇസ്ലാമാബാദിലും അടിയന്തരാവസ്ഥ, അതായത് നമുക്ക് അറിയാവുന്നതാണ്, നേരത്തെ ഭാരതത്തിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെ 144 വകുപ്പ് അനുസരിച്ചുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ആരും കൂട്ടം കൂടാൻ പാടുകയോ അനുവദിക്കുകയോ അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനോ അനുവാദമില്ല എന്ന നിലപാടാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിൽ കൂടി ഈ PTIയുമായി ബന്ധപ്പെട്ട്, പാകിസ്ഥാൻ തെഹ്രീക് ഇ ഇൻസാഫ് എന്ന് പറയുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഖൈബർ പഖ്തൂൺഖ്വയിലെ മുഖ്യമന്ത്രി മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനെ കാണുന്നതിന് വേണ്ടി ശ്രമിക്കുകയും അത് നടക്കാതിരിക്കുകയും സ്വാഭാവികമായും പ്രതിഷേധം അതിശക്തമാവുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. ജയിലിന് പരിസരത്ത് കുത്തിയിരിപ്പ് സത്യാഗ്രഹം പോലുള്ള പ്രതിഷേധങ്ങളൊക്കെ അദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് എല്ലാ പ്രൊവിൻഷ്യൽ അസംബ്ലി അംഗങ്ങളോടും ഇസ്ലാമാബാദിൽ എത്താനൊരു നിർദ്ദേശം സൊഹൈൽ അഫ്രീദി നൽകിയത്, അതല്ലെങ്കിൽ ഖൈബർ പഖ്തൂൺഖ്വ മുഖ്യമന്ത്രി നൽകിയത്. ഈ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ PTIയുടെ പ്രതിഷേധ സമരങ്ങൾ ശക്തമായി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ക്രമസമാധാനം തകരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് അടിയന്തര ഇടപെടൽ നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും വലിയൊരു സംഘർഷത്തിലൂടെ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിലൂടെ പാകിസ്ഥാൻ കടന്നുപോകുന്നു. അതിന്റെ ആ ഒരു പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.